ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ 400 പാർ പറഞ്ഞാണ് BJP ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത്. അത് അവസാനിക്കുമ്പോൾ, നാളെ അവസാനിക്കുകയാണല്ലോ, അത് അവസാനിക്കുമ്പോൾ നമ്മൾ 200 പാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണോ? അല്ല, 200 പാറിനെ കുറിച്ചൊക്കെ ആരാണ് ചർച്ച നടത്തുന്നത്? അത് എനിക്ക് തോന്നുന്നു അത് ചില പാരലൽ വേൾഡിൽ നടക്കുന്ന ചർച്ച മാത്രമാണ് അഭിലാഷേ. BJPയെ സംബന്ധിച്ചിടത്തോളം BJP 300-ൽ താഴേക്ക് എണ്ണുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോയിൽ പോലും 300-ൽ മാത്രമാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നു നിൽക്കുന്നത്. 330, 350, 370 റേഞ്ചിലേക്ക് BJP പോകാനുള്ള സാധ്യതകൾ, നമ്മുടെ ഏറ്റവും പ്രോസ്പെക്റ്റീവായിട്ടുള്ള സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ BJP ഒറ്റയ്ക്ക് 370 വരെ പോകാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ വേഴ്സ്റ്റ് സിനാരിയോ വന്നു കഴിഞ്ഞാൽ അത് 300 എന്ന്, അതിനും താഴേക്ക് 300-ൽ താഴെ 272 പോട്ടെ, 300-ൽ താഴേക്ക് പോലും പോകുന്ന ഒരു സിനാരിയോ നിലവിൽ ഇന്ത്യയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത്രയും കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ യുവരാജ്, കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുന്ന സീറ്റുകളിൽ BJPക്ക് വലിയ മേൽക്കൈ, അതാണ്ട് 13 സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം BJP ജയിച്ചത് നമ്മൾ കണ്ടു. ഹിന്ദി ഹൃദയഭൂമിയിലും ആ തരത്തിലുള്ള അഡ്വാൻറ്റേജ് നമ്മൾ 2014-ലും 2019-ലും കണ്ടയിടത്ത് കോൺഗ്രസുമായി നേരിട്ട് ഫൈറ്റ് നടക്കുന്ന ചിലയിടങ്ങളിൽ ഇപ്പോൾ രാജസ്ഥാനിൽ 8 സീറ്റുകൾ വരെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം, മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ 41 സീറ്റ് നേടിയെടുത്ത് ഗണ്യമായി സീറ്റ് കുറയാൻ, ആ 41 എന്നുള്ളത് 30-കളിലേക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ 28 റേഞ്ചിലേക്ക് വരെ കുറയാനുള്ള സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമായും കർണാടകയിൽ BJPക്ക് കുറഞ്ഞത് 13 സീറ്റ് കുറയാം എന്നതാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ്. ഹരിയാനയിൽ 5 സീറ്റെങ്കിലും കുറയാം എന്ന സാഹചര്യം കണക്കാക്കുന്നു. ഉത്തർപ്രദേശിനെ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നില്ല. നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കുറയാം എന്ന സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ വളരെ ഗ്ലെയറിംഗ് ആയിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും കഴിഞ്ഞ 303 അല്ലെങ്കിൽ 300-നടുത്ത് എന്ന് പറയാൻ പറ്റുക? അഭിലാഷ്, നിങ്ങൾ ഈ പറയുന്ന സീറ്റുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അനുമാനിക്കുന്ന സീറ്റുകളിലാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ രാജസ്ഥാനിൽ 8 സീറ്റിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. രാജസ്ഥാനിൽ 25-ൽ 24 കഴിഞ്ഞ തവണ ജയിച്ചയിടത്ത് ഇത്തവണ ഒരു 8 സീറ്റിൽ കാര്യമായി ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ 8 സീറ്റിൽ ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ വേഴ്സ്റ്റ് സിനാറിയോയിൽ ഞങ്ങൾ കാണുന്നത് 50-50 പോകുമായിരിക്കും. 4 BJPക്ക് കിട്ടുമായിരിക്കും, 4 കോൺഗ്രസിന് കിട്ടുമായിരിക്കും. അപ്പോഴും BJPക്ക് അവിടെ നഷ്ടം വരുന്നത് 3-4 സീറ്റുകൾ മാത്രമാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ 48-ൽ 41 ജയിക്കുന്ന സമയത്ത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഉൾപ്പെടെ ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് ആ 41 BJPയുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ NDAക്കൊപ്പം ഇല്ല. BJPക്ക് കഴിഞ്ഞവണ് അവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 20-ഓ 22-ഓ മാത്രമാണ്, 63. അതിൽ നിന്നൊന്നും കുറയാൻ പോകുന്നില്ല, കൂടുന്നുണ്ടെങ്കിലേ ഉള്ളൂ. മഹാരാഷ്ട്രയിൽ അല്ലാണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുറയാൻ പോകുന്നില്ല. BJP ഷുവറായിട്ട് 30-40 റേഞ്ചിലേക്ക് പോകുന്നു തന്നെയാണ്, അല്ലെ NDA 30-40 റേഞ്ചിലേക്ക് പോകുന്നു തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എവിടെയാണ്? കർണാടകയിൽ 18+ മാത്രമേ ഞങ്ങൾ എണ്ണുന്നുള്ളൂ. 18 സീറ്റ് ജയിക്കും എന്നുള്ള കാര്യം ഇതിപ്പോൾ BJPയുടെ ഒഫീഷ്യൽ കണക്കെന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കർണാടകത്തിൽ ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ മാസം പോലും ഞാൻ കർണാടകത്തിൽ ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് സിനാരിയോയിൽ പോലും 18 എന്നുള്ളതാണ്. അത് BJP മാത്രം, അപ്പുറത്ത് JDS വേറെ മത്സരിക്കുന്നുണ്ട്. സോ NDA അവിടെ 20+ പോകും എന്നുള്ള കാര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആശങ്കകളൊന്നുമില്ല. ഇതൊരു വശത്ത്. ഇനി നിങ്ങൾ ഈ പറയുന്ന സീറ്റുകളെല്ലാം കുറഞ്ഞാൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് 30 സീറ്റിൽ താഴേക്ക് പോകുന്ന ഒരു സിനാറിയോ ഇല്ല. ഇവിടെ യോഗേന്ദ്ര യാദവിനെ പോലും ഒരു അറിയപ്പെടുന്ന BJP വിരുദ്ധന് പോലും BJP 250 സീറ്റ് ജയിക്കും എന്നുള്ളത്. BJP 250 സീറ്റ് ജയിച്ചാൽ പോലും NDA മാത്രമേ ഇവിടെ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സീറ്റാണ് പരമാവധി നിങ്ങൾ കുറയ്ക്കാൻ, നിലവിലുള്ളതെന്ന് കുറയ്ക്കാൻ പോയത്. ഒറീസയിൽ നമുക്ക് സീറ്റ് കൂടുകയാണ്, തെലങ്കാനയിൽ ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ്, ബംഗാളിൽ ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ്. UP കഴിഞ്ഞ തവണ SP, BSP, RLD മത്സരിച്ച സമയത്ത് നമുക്ക് 62 സീറ്റിലേക്ക് കഴിഞ്ഞ തവണ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഏതാണ്ട് 9-10 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ പോയിരുന്നാലും വീണ്ടും 30 സീറ്റ് നമുക്ക് പുതിയ സീറ്റുകൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും 300+ലേക്ക് പോകും. അതായത് 30 പോയാൽ 30 വേറെ കിട്ടും എന്നുള്ളതാണ് BJPയുടെ ഇക്വേഷൻ.